കൂട്ടുകാരെ, ചെമ്മീൻ കറി നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടോ? തക്കാളിയും മുരിങ്ങാക്കയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കിയ ചെമ്മീനും കൂടി അതിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും അങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണേ. അതിനായിട്ട് അരമുറി നാളികേരം ചിരവിയിലേക്ക് 2 വെളുത്തുള്ളി, ചെറിയുള്ളി ആണെങ്കിൽ ഒരു 5 ചെറിയുള്ളി, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. ഇത് വെന്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് അരപ്പ് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി ഉപ്പെല്ലാം കറക്റ്റാണ് അങ്ങോട്ട് നോക്കിയിട്ട് ഉപ്പങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇത് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അങ്ങോട്ട് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡിയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.